ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. അത്തരത്തിലൊരു പ്രതീക്ഷ മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലേ? അല്ല, ഞങ്ങൾ അത് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാം. കേന്ദ്ര സർക്കാർ ഇപ്പോഴല്ലേ വന്നേ. തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടായിരിക്കും ഇത്തരത്തിലൊരു. അതൊന്നും ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം എനിക്ക് ഈ പ്രശ്നമുള്ളൂ. ഞാൻ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒന്നും ഞാൻ ഇതുമായി കൂട്ടിക്കലർത്തുന്നില്ല. പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം അവർ നേരത്തെ തന്നെ ഇത് നടപ്പാക്കി. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. അതല്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. അതിന് വേണ്ട എല്ലാ കോടതിയിൽ ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള എല്ലാ ശക്തമായ നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉറപ്പൊന്നും അങ്ങനെ തന്നിട്ടില്ല. വാക്കാലെന്ന് പറഞ്ഞാൽ ആശയം വന്നു. ആശയം വന്ന സാഹചര്യത്തിൽ ഈ പഴയ രീതി തുടരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് തുടരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ സംസാരിക്കുന്നു. നമ്മളോട് സർക്കാരിൽ പ്രതീക്ഷയുണ്ടോയെന്ന് വെച്ചാൽ നടപ്പാണ്ടേ, നടപ്പാക്കാതെ പറയാനൊക്കെ. അതിൽ നടപ്പായാലും ഞങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല. സമ്മർദ്ദം വരുന്നുണ്ടോന്ന്? എനിക്ക് മനസ്സിലായില്ല. അല്ല, അത് ഞങ്ങൾക്ക് സമ്മർദ്ദമായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെപ്പോഴും റെഡിയാണ് ആ കാര്യത്തിൽ. അല്ല, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ, അതിന് അവകാശമുണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം ഇതല്ലേ, പഴയ കാലത്തിൽ കൂടല്ലേ ഇപ്പോൾ കടന്നു പോകുന്നു. ഈ 9 ബെഞ്ചാണ് അതിലെങ്ങനെയായിരിക്കും അല്ല, അവർ ന്യായമായ തീരുമാനം എടുക്കുമെന്ന് അവർ കരുതുന്നത്. ആദ്യഘട്ടത്തിൽ കേസുമായി മുന്നോട്ട് പോയത് NSS മാത്രമാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ NSSൻ്റെ പരിശോധന സ്വീകരിക്കാൻ നിലപാടിലേക്ക് എത്തുകയാണ്. എന്താ, ഞാൻ അറിഞ്ഞില്ലത്. അവരിപ്പോൾ ഇടപെടുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആർക്കൊക്കെ വേണേലും ഇടപെടാമല്ലോ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഇടപെടാം. പക്ഷേ അവരെന്താ പറയാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഗണിച്ചറിയാനൊക്കെ ഇല്ല. ഇത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതൊരു പ്രതീക്ഷയുണ്ട് അവരിൽ. ഉറപ്പുകൾ അല്ല, അതല്ല, അങ്ങനൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പൊന്നല്ല ഞാൻ പറയാം, ഞങ്ങളുടെ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തുടരും
ഈ സാഹചര്യമായിരിക്കും തുടരുന്നതെന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെ ആരോടും ഉറപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല. സ്ത്രീകളെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ സ്ത്രീകളെ കയറ്റുന്നില്ല. ആരാ പറഞ്ഞ അവിടെ സ്ത്രീകളെ കയറ്റുന്നില്ല? സ്ത്രീകളെ കയറ്റുന്നുണ്ടല്ലോ. ഒരു പ്രായപരിധിക്കകത്തുള്ള ആളുകൾ വരരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ സ്ത്രീകളെ അടക്കം അവിടെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറയുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. ആണല്ലോ, അങ്ങനല്ലേ ഇപ്പം സർക്കാർ പോകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവർ ഈ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുള്ളത്. കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഇടപെടാൻ പോകുന്നു. ആ ഇടപെടുന്ന ഏത് രീതിയാണെന്ന് ഞങ്ങൾക്ക് നിശ്ചയിക്കാനൊക്കുമല്ല. അത് രീതി കണ്ടിട്ട് നമ്മളതിനെപ്പറ്റി അഭിപ്രായം പറയാം. യുവതികളെ കയറ്റുന്നത് ആ സമയത്തൊക്കെ തന്നെ LDF-ൻ്റെ ഒക്കെ തന്നെ ഒരു പ്രഖ്യാപിത പരസ്യ നിലപാടെന്ന് പറയുന്നത് പുരോഗമനപരമായ ചിന്തയാണ്. അതിനാൽ ഇതൊക്കെ പക്ഷേ അവരോട് തിരിച്ചു പോകുകയാണെങ്കിൽ അവരുടെ ഇടതുപക്ഷ ചിന്തകളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണ്. അതൊക്കെ അവർ ആലോചിച്ച് ചെയ്യട്ടെ. നമ്മളതിനെപ്പറ്റി പറയാൻ ആളല്ല. പുരോഗമന ചിന്ത എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്ത ഉണ്ടാകേണ്ടത്. കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്താഗതി ഉണ്ടാകേണ്ടത്. അത് അതിനുള്ള മാർഗങ്ങളും വേദികളും വേറെയുണ്ട്. അല്ല, അതിനെപ്പറ്റി ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചതാണ് നേരത്തെ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കേസിൽ നിന്ന് മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അവരോട്. എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. NSSൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത്. തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, കുറേ പേരെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞത് അങ്ങനെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.